ഫ്ലൈങ് ബേർഡ്സ്. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ കുട്ടികൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ. അവർക്ക് എപ്പോഴും പുറത്ത് പോയി ഫുഡ് അടിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ അടിപൊളി സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല അവരെപ്പോഴും പറയാ. പ്രത്യേകിച്ച് അവർക്ക് ഈ സമയങ്ങളിൽ എപ്പോഴും വിശപ്പായിരിക്കും അല്ലേ. ബർഗർ, പിസ്സ ഇതൊക്കെ വേണമല്ലോ ഇടയ്ക്കിടയ്ക്ക്. എന്നെന്ന് നമുക്ക് ഇതൊക്കെ വാങ്ങി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലാവില്ലേ, നല്ല കാശല്ലേ. അപ്പൊ ഇതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഒരു ബണ്ണിന്റെ റെസിപ്പിയും അത് കഴിഞ്ഞാൽ അത് ബർഗർ ആക്കിയും കാണിച്ചു തരും. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെക്കണം ആദ്യം തന്നെ. അതിനുശേഷമാണ് ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കണത്. ഡോ റെഡിയാക്കി കുഴച്ച് റെഡിയാക്കി എടുത്തു വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴാണ് അത് ബേക്ക് ചെയ്തെടുക്കണേ. അപ്പം ആദ്യം എന്താണ് ചെയ്യണേന്ന് കാണിച്ചു തരാം. 1/2 കിലോ മൈദയിലാണ് ഞാനിപ്പോൾ ബണ്ണ് ഉണ്ടാക്കാൻ പോണത്. ഒരു വലിയ പാത്രത്തിലേക്കാണ് ഞാൻ എടുക്കാൻ പോണത്. കുഴയ്ക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ. അപ്പം 1/2 കിലോ മൈദ അളന്ന് വെച്ചേക്കണതാണ്. ഈ മൈദയിലേക്ക് 2 മുട്ട, അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദയിൽ നമുക്ക് സോൾട്ട് വേണം. അതൊരു 6 ഗ്രാം ഒക്കെ മെഷർ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഷുഗറായിട്ട് ചേർക്കുന്നത് 60 ഗ്രാമാണ്. പിന്നെ ഈസ്റ്റ് 8 ഗ്രാം. പിന്നെ വേണ്ടത് ഒരു 3 ഗ്രാം ഇംപ്രൂവറാണ്. ബ്രെഡ് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇംപ്രൂവറും. അതുപോലെ തന്നെ ഗ്ലൂട്ടൺ. എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്ലൂട്ടൺ എന്താണെന്നുള്ളത്. ഈ ഫ്ലോറിൽ ഉള്ളൊരു പ്രോട്ടീനാണ് അത് ചേർക്കുമ്പോഴാണ് ഇത് നല്ല എലാസ്റ്റിസിറ്റി ആയിട്ട് വരാം. ഇപ്പോൾ വീട്ടിൽ നമ്മുടെ കയ്യിൽ ഈ ഗ്ലൂട്ടണും ഇംപ്രൂവറും ഇല്ലേലും കുഴപ്പമില്ല. അത് രണ്ടും ഒഴിവാക്കിയിട്ടായാലും നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഷോപ്പിലേക്കൊന്നല്ലല്ലോ കൊടുക്കണേ, ആ കാരണം അതില്ലാണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ചെയ്യല്ല, ഞാൻ പറയാം. ഇതിലേക്ക് ഒരു 40 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ കുട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ മതി. അൺസാൾട്ടഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെയും ഉപ്പുള്ള ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പാവും. ഇതിലേക്ക് ഇത്രേശ്ശെ പാല് ചേർത്ത് മിക്സ് ചെയ്യണ്. 220 ml പാലാണ് എടുത്തു വെച്ചേക്കണേ. അത് ഫുള്ള് ചേർക്കണമെന്നുള്ളത് നമ്മളുടെ എടുക്കണ മാവ് അനുസരിച്ചായിരിക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി വരണേ. അപ്പോൾ 220 ml എടുത്തു വെച്ചിട്ട് ഇത്രേശ്ശെ ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി ഇതെല്ലാനും കൂടി നമുക്ക് നല്ലോണം കൈകൊണ്ട് തന്നെ കുഴയ്ക്കാം. ഇനി സ്റ്റാൻഡ് മിക്സർ ഉള്ളവർ സ്റ്റാൻഡ് മിക്സറിൽ മിക്സ് ചെയ്താൽ മതി, അത് ഈസി ആയിരിക്കും. ഞാൻ ഇവിടെ സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിലും എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈകൊണ്ട് കുഴച്ച് കാണിക്കണേ. കുറച്ചധികം നേരം തന്നെ ഇത് നന്നായി കുഴച്ചെടുക്കണം. ഒരു 15 മിനിറ്റോളം നമ്മളിങ്ങനെ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വീണ്ടും ഇത് 5-10 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായി കുഴച്ചെടുക്കണം. ഈ ഡോയുടെ ഈ അരുകുഭാഗം നമ്മൾ കുറച്ചെടുത്ത് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഇതുപോലെ പൊട്ടാണ്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മുടെ ഡോ റെഡി ആയെന്നാണ്. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഡോ നമുക്കൊന്ന് മൂടി വെക്കാം ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക്. ഇപ്പൊ ഒരു 5-10 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട് ഈ ഡോ ഇവിടെ വെച്ചിട്ട്. ഇനി ഇത് നമുക്ക് ഒരു 60 ഗ്രാം വെച്ചിട്ട് നമുക്ക് ഓരോ ബോളായിട്ട് റെഡിയാക്കാം ഇതിനെ.
ഈ ഡോ നമ്മളൊരു 60 അല്ലെങ്കിൽ 70, 75 അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാട്ടാ. ഞാൻ കുറച്ച് 60 ഗ്രാം വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് 75 ഗ്രാം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കാം. ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ടക്കിൻ ചെയ്യാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ താഴെ വെച്ചിട്ടോ ഇങ്ങനെ ഉരുട്ടി റൗണ്ട് ആക്കി എടുക്കാം. എന്നിട്ട് ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ 60 ഗ്രാം വെച്ചിട്ട് ഓരോ ബോൾ, 60 ഗ്രാം വെച്ചിട്ട് ഓരോ ബോൾ കേട്ടോ. ഇത് ഇവിടെ നമ്മുടെ ബോളുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരും ഒരുപാട്. പതുക്കെ ഒന്ന് ഇനി ഈ ഡോ ഒരു 1-1.5 മണിക്കൂർ പൊന്നി വരാനായിട്ട്, ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഓവനിൽ ബേക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈ ബോളുകളൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊന്തി വരുന്നത്, ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരുന്നത് ഒന്ന് കുറഞ്ഞോളും. 1-1.5 മണിക്കൂറോളം ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക. ഇതിങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവനിൽ ബേക്ക് ചെയ്യാം. ഇപ്പം ഈ ഡോ വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു. ഈ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതൊന്ന് സൈസ് ഡബിൾ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലൊരു എഗ് വാഷ് കൊടുക്കാം. അപ്പോൾ ഒരു മുട്ട ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് 2 ടീസ്പൂൺ പാലും കൂടി മിക്സ് ചെയ്യാം. 2 ടീസ്പൂൺ പാൽ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഈ ബണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല കളർ കിട്ടും. അങ്ങനെ എല്ലാനും നമുക്ക് ബ്രഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി സേസമി സീഡ്സ്, അതായത് വെളുത്ത എള്ളിൻ്റെ എള്ളില്ലേ, വെളുത്ത എള്ളും കൂടി മുകളിലിടാം. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടെന്ന് മാത്രം. ഇനി ഈ ബണ്ണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഒരു 160 ഡിഗ്രിയിൽ ഒരു 25 തുടങ്ങി ഒരു 30 ആ സമയത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നല്ല കളറൊക്കെ ആയെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി അവനിലേക്ക് വെക്കാം. ഇനി ഈ ബണ്ണ് ഇപ്പോൾ റെഡിയായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള പാറ്റി ഉണ്ടാക്കണ്ടേ. അത് ബീഫിൻ്റെയാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പം അത് ബീഫ്, മിൻസ്ഡ് ആയിട്ടുള്ള ബീഫ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആ ബീഫ് അതിലേക്ക് കുറച്ച് സോൾട്ടാണ് ഇടണേ. പിന്നെ സീസണിങ് ചെയ്യാനായിട്ട് ഇറ്റാലിയൻ ഹെർബ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം മിക്സ് ആയ കാരണമാണ് ഇങ്ങനെ ഇടണേ. അതല്ലെങ്കിൽ ഒറിഗാനോ ഇടാം, കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇടാം. ഇനി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇങ്ങനൊരു മോൾഡ്, ഹാംബർഗർ ഉണ്ടാക്കണതിൻ്റെ ഒരു മോൾഡ് ഉണ്ട്. ഈ ബീഫ് പാറ്റി ഉണ്ടാക്കണതിൻ്റെ ഒരു മോൾഡ് എൻ്റെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ നമുക്കൊരു അടപ്പെടുത്താൽ മതി, ഏതെങ്കിലും ഒരു ചെപ്പിൻ്റെ ഒരു അടപ്പെടുക്കുക. അതായത് ഈ ബർഗറിൻ്റെ ഇത്രയും വലിപ്പമുള്ള ഡയമീറ്റർ നോക്കിയിട്ടൊരു അടപ്പ്, ഇതുപോലത്തെ അടപ്പ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു കവർ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് വെക്കാം. ഉപ്പും എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കുക. കുറച്ച് ബ്ലാക്ക് പെപ്പറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം.
ഇതിൻ്റെ മോൾ ഭാഗത്ത് ഒരു പ്രസ് ചെയ്യണ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പം അതിൻ്റെ മുകളിലും ഞാനിങ്ങനെ ഒരു ഷീറ്റ് കട്ട് ചെയ്തിടുന്നുണ്ട്, അടി പിടിക്കാണ്ടിരിക്കാനാ. ഇതിങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യുക നല്ലോണം. ഇതിങ്ങനെ ഇതിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈവണായിട്ട് എല്ലായിടത്തും ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് വെച്ചിട്ട് പ്രസ് ചെയ്യാം. സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്ന് റെഡിയാക്കി വെക്കാം. ഇങ്ങനെ പ്രസ് ചെയ്യണം, എന്നിട്ട് ഇതിങ്ങനെ തുറക്കണം. ഉണ്ടോ? തുറക്കുമ്പോൾ അങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. ഇവിടെ ബീഫ് പാറ്റി. നമ്മുടെ ബർഗറിൻ്റെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. എന്താ ഉണ്ട് സൂപ്പറായില്ലേ? ഇവിടെ പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യാം. അതിലേക്ക് നമ്മുടെ ബീഫ് പാറ്റി ഇടാം. നമ്മുടെ ബീഫ് പാറ്റി ഇവിടെ കുക്കായിട്ടുണ്ട്. അല്ലാതെ നടത്തിക്കോ. കട്ട് ചെയ്ത് വെച്ച് അനിയനെ എടുക്കേണ്ടി വരും. ഇനി കുറച്ച് ഒനിയൻ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ച് വേവിക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി, ഒരുപാട് കുക്കാവണ്ട. ബെൽ പെപ്പറിൻ്റെ സ്ലൈസസും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സോട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബണ്ണുകൾ ഓരോന്നെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബട്ടറിലൊന്ന് ഇത് ചെയ്തെടുക്കാം. കുറച്ച് മയോണൈസ് ഇതുമായി പറ്റാം. ഒരു ബെൽ പെപ്പറും കുറച്ച് ഓനിയൻസും ഇതിൻ്റെ മുകളിലിടാം. പിന്നെ നമ്മുടെ ബീഫ് പാറ്റി ഇടാം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ചീസിൻ്റെ സ്ലൈസ് വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 2 ടൊമാറ്റോ പീസ് വയ്ക്കുക. ഒരു നുള്ള് സോൾട്ടും കുറച്ച് ഒലിവ് ഓയിലും സ്പ്രെഡ് ചെയ്യാം. അതിൻ്റെ മുകളിലൊരു ലെറ്റ്യൂസിൻ്റെ ലീവ്സും അതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അമേരിക്കൻ മസ്റ്റാർഡ് സോസും കുറച്ച് കെച്ചപ്പും സ്പ്രെഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. നമ്മുടെ ബർഗർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഇന്നത്തെ ബർഗർ ബൺ വെച്ചിട്ടുള്ള ബർഗർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടിരിക്കുന്നുണ്ട്, നല്ല ജ്യൂസിയാണ്. പിന്നെ വെജിറ്റബിൾസും ക്രീമും മയോണൈസും എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.